റമദാനിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ. വ്രതം ഇത്തവണ കൊടും ചൂടിൽ. രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാനിൻ്റെ പുണ്യം നുകരുവാനുള്ള തിക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ. വ്രതചൈതന്യത്തിൻ്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. മിക്ക പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ലുഹർ നമസ്കാരാനന്തരം ദിവസവും പള്ളികളിൽ പ്രഭാഷണങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പുതുറ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും. മുസ്ലിം ഭവനങ്ങളിലും തകൃതിയായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുക. മിക്ക സംഘടനകൾക്കും സ്വന്തമായ റിലീഫ് വിഭാഗങ്ങളുണ്ട്. ഇവയ്ക്കു പുറമെ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളുണ്ട്. സഹജീവി സ്നേഹവും കാരുണ്യവും റംസാൻ മാസത്തിലെ വലിയൊരു ആരാധനയാണ്. ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും കഷ്ടപ്പെടുന്നവരെ ചേർത്തുപിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ റംസാൻ ആശംസകൾ. രാജ്യങ്ങളും സമൂഹവും സമുദായവും കുടുംബവും നാടും എല്ലാം നന്നാവാൻ ആദ്യം വ്യക്തി നന്നാവുകയാണ് വേണ്ടത്. വ്യക്തി ശുദ്ധീകരണം, അതിൻ്റെ മനസ്സ് സർവ്വ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല. ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും. എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും റമദാൻ ആശംസകൾ. കാരുണ്യത്തിൻ്റെ പര്യായമായ റംസാൻ തിന്മയ്ക്കെതിരായ പരിചയമാണെന്ന് തിരുവനന്തപുരം പാളയം ഇമാം സുഹൈബ് മൗലവി പറഞ്ഞു. സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു മുൻഗാമികൾ റമദാനെ സ്വാഗതം ചെയ്തിരുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ റമദാനെ ഇപ്രകാരം സ്വാഗതം ചെയ്യുമായിരുന്നു: മർഹബം ബി മുത്തഹിരിനാ മിന ദുനൂബ്, ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന മാസമേ നിനക്ക് സ്വാഗതം. സഹോദരങ്ങളെ, നമ്മുടെ റമദാൻ ചൈതന്യവത്താക്കി നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. റമദാനെ തിന്മക്കെതിരിലുള്ള ഒരു പരിചയമായിട്ട് വിനിയോഗിക്കാനാണ് പറയുന്നത്. അസ്വയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. അതുകൊണ്ട് നോമ്പുകാരനായ നിങ്ങൾ ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ, വയിൻ സാബഹു അഹദുന്നൗ ഖാത്തലഹു, ഇങ്ങോട്ട് ആരെങ്കിലും ചീത്ത പറയാൻ വന്നാൽ, അതല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നാൽ, ഫല്യഖുൽ ഇന്നി സ്വാഇമുൻ, നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞവൻ ആത്മസംയമനം കൈകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ സുംത ഫല്യസും സംഉക വബസ്വറുക വലിസാനുക അനിൽ കദിബി വൽ മആസിം. എന്താണ് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞത്? നിങ്ങൾ നോമ്പുകാരാവുമ്പോൾ നിങ്ങളുടെ വയറിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ, നിങ്ങളുടെ വായക്ക് മാത്രം നോമ്പുണ്ടായാൽ പോരാ, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ മുഴുവൻ അവയവങ്ങളും നോമ്പുകാരായിട്ട് മാറണം എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലുള്ള ആത്മീയമായ ചൈതന്യം മാത്രമല്ല, പൂർണ്ണമായ അച്ചടക്കത്തോടു കൂടിയുള്ള നോമ്പ്. കണ്ണും കാതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും നോമ്പുകാരാവുക. നമ്മുടെ നാവ് നോമ്പുകാരനാവണം. നാവ് എങ്ങനെ നോമ്പുകാരനാവേണ്ടത്? മറ്റുള്ളവരെ സംബന്ധിച്ച് ഏഷണികൾ, പരദൂഷണങ്ങൾ ഇതൊന്നും പറയാതെ ആ പൂർണ്ണമായ സംയമനത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ അവയവങ്ങളും നോമ്പുകാരാവുന്നത്. അങ്ങനെ നമ്മുടെ അവയവങ്ങളെ മുഴുവൻ ആത്മീയമായ റമദാനിൻ്റെ ചൈതന്യത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് തീർച്ചയായും ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയും ആ ദൈവസാമീപ്യവും അള്ളാഹുവോടുള്ള അടുപ്പവും നേടാനുള്ള പരിശ്രമത്തിന് പറയുന്ന പേരാണ് റമദാൻ എന്നുള്ളത്. ഈ റമദാൻ മാസത്തെ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള റമദാൻ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വേനൽ ചൂടിൻ്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും.
പതിവിന് വിപരീതമായി ഫെബ്രുവരിയിൽ പോലും അതിശക്തമായ ചൂടാണ്. പലയിടത്തും ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാധ്യതയും മുന്നറിയിപ്പും ഇതിനകം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുമുണ്ട്. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് നിരീക്ഷണം. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്നുമാണ് ആരോഗ്യരംഗത്തുള്ളവർ നിർദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.